2023 ഓഗസ്റ്റ് 12 ശനിയാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. ഡോക്ടർ എസ് ആർ രംഗനാഥൻ അക്ഷരപ്പുരകൾക്ക് സമർപ്പിച്ച ജീവിതം. ദേശീയ ഗ്രന്ഥശാലാ ദിനത്തിൽ കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ പി ഗോവിന്ദൻ എഴുതുന്നു. മഹാത്മാഗാന്ധി വിഭാവനം ചെയ്ത ഗ്രന്ഥശാലകളുടെ ലക്ഷ്യം സമൂഹത്തിൽ ഏറ്റവുമധികം അവശത അനുഭവിക്കുന്നവർക്കും പുസ്തകപാരായണത്തിനുള്ള അവസരമൊരുക്കുന്ന സേവനമെന്നതായിരുന്നു. ഗാന്ധിജിയുടെ വീക്ഷണത്തിൽ ജാതിമത വർണ്ണവർഗ ദേശഭേദങ്ങൾക്കതീതമായ അറിവിന്റെ വാതായനങ്ങളായിരിക്കണം ലൈബ്രറികൾ. വിവേകം താനേ വരില്ല, യത്നിക്കണം. ധാരാളം വായിക്കണമെന്നും വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുകയെന്നും ശ്രീനാരായണ ഗുരുദേവനും അരുളി ചെയ്തിട്ടുണ്ട്. ഭാരതത്തിൽ ലൈബ്രറികളെക്കുറിച്ചുള്ള സാംസ്കാരിക നായകരുടെയും ചിന്തകരുടെയും മഹത്തായ ആശയങ്ങൾ പ്രവൃത്തിപഥത്തിൽ എത്തിത്തുടങ്ങിയത് വിശ്വവിഖ്യാത ഗ്രന്ഥാലയ ശാസ്ത്രജ്ഞനായ ഡോക്ടർ എസ് ആർ രംഗനാഥന്റെ അക്ഷീണ പ്രയത്നത്തിലൂടെയാണ്. ഇന്ത്യൻ ഗ്രന്ഥശാല ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഡോക്ടർ രംഗനാഥന്റെ ജന്മദിനമായ ഓഗസ്റ്റ് 12 എല്ലാ വർഷവും ദേശീയ ലൈബ്രറി ദിനമായി ആചരിക്കുന്നു. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിനായി സമർപ്പിച്ച വിശിഷ്ട ജീവിതമായിരുന്നു ഡോക്ടർ രംഗനാഥന്റേത്. ലൈബ്രറി സയൻസ് എന്ന നൂതനമായ ശാഖ തന്നെ ആരംഭിച്ച് അതിൽ ഗണനീയമായ സംഭാവനകൾ നൽകുകയും ആ സിദ്ധാന്തങ്ങൾ ആഗോള ഖ്യാതിയും സ്വാധീനവും നേടുകയും ചെയ്തു. 1892 ഓഗസ്റ്റ് 12 തമിഴ്നാട്ടിലെ ഷിയാലിയിൽ രാമാമൃത അയ്യർ സീതാലക്ഷ്മി ദമ്പതികളുടെ പുത്രനായിട്ടാണ് ജനനം. ഷിയാലി രാമാമൃത രംഗനാഥൻ എന്നാണ് പൂർണ്ണനാമം. ഷിയാലി ഹിന്ദു ഹൈസ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ അദ്ദേഹം ബാല്യകാലം മുതൽക്കേ ഗണിതശാസ്ത്രത്തിൽ അതീവ തൽപരനായിരുന്നു. 1916 മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്നും ഗണിതശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കിയ രംഗനാഥൻ തുടർന്ന് സെയ്താപേട്ട് ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോളേജിൽ നിന്ന് അധ്യാപന പരിശീലനവും നേടി. 1917 മംഗലാപുരം യൂണിവേഴ്സിറ്റി കോളേജിലും കോയമ്പത്തൂർ ആർട്സ് കോളേജിലും 1921 മുതൽ 1923 വരെ മദ്രാസ് പ്രസിഡൻസി കോളേജിലും ഗണിതാധ്യാപകനായി ജോലി ചെയ്ത ശേഷമാണ് രംഗനാഥൻ ലൈബ്രറി ലോകത്തേക്ക് പ്രവേശിക്കുന്നത്. 1924 മദ്രാസ് സർവകലാശാലയുടെ പ്രഥമ ലൈബ്രറിയനായി അദ്ദേഹം നിയമിതനായി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലഘട്ടമായിരുന്നു അത്. അദ്ദേഹം ഉദ്യോഗത്തിൽ പ്രവേശിച്ച കാലത്താണ് ദീർഘകാലത്തെ ജയിൽവാസത്തിന് ശേഷം ഗാന്ധിജി ജയിൽ മോചിതനായത്. മദുരാശിയിലെ ഒരു സ്വീകരണ യോഗത്തിൽ ഗാന്ധിജിയുടെ പ്രസംഗത്തിലെ അറിവിന്റെ വെളിച്ചം എല്ലാ സാമാന്യ ജനങ്ങൾക്കും കൂടി ലഭ്യമാകണമെന്ന വരി കേൾവിക്കാരനായിരുന്ന രംഗനാഥന് പുതിയൊരു ഉണർവായി. അങ്ങനെയാണ് ദേശീയ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിലൂടെ ബഹുജനങ്ങളെ വിജ്ഞരാക്കാനുള്ള അദ്ദേഹത്തിന്റെ യത്നങ്ങൾ ആരംഭിച്ചത്. ലൈബ്രറികളെക്കുറിച്ചുള്ള ഉന്നത ശാസ്ത്രീയ പഠനത്തിനായി അദ്ദേഹം 1924 സെപ്റ്റംബറിൽ ഇംഗ്ലണ്ടിലെത്തി. 1924 സെപ്റ്റംബർ മുതൽ 1925 ജൂലൈ വരെ ഇംഗ്ലണ്ടിലുണ്ടായിരുന്ന കാലയളവിൽ ലണ്ടനിലെ ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ വെച്ചാണ് രംഗനാഥൻ ഇംഗ്ലീഷ് ലൈബ്രറി അസോസിയേഷൻ പ്രസിഡന്റായിരുന്ന വില്യം ചാൾസ് ബർവിക് സയേഴ്സിനെ കണ്ടുമുട്ടുന്നതും ജീവിതത്തിൽ വലിയ വഴിത്തിരിവാകുന്നതും. ലൈബ്രറിയിലെ പൊതുക്രമീകരണത്തിനുള്ള നവവ്യവസ്ഥകളോടൊപ്പം ഗ്രന്ഥാലയങ്ങളുടെ വർഗീകരണത്തിനുള്ള നവീനാശയങ്ങളും അദ്ദേഹത്തെ അഗാധമായി സ്വാധീനിച്ചു. ഇന്ത്യയിൽ തിരിച്ചെത്തിയതിനു ശേഷമാണ് കോളൻ ക്ലാസിഫിക്കേഷൻ എന്ന പുതിയ ഗ്രന്ഥാലയ വർഗീകരണ പദ്ധതി അദ്ദേഹം വികസിപ്പിച്ചെടുത്തത്. 1928 ഡോക്ടർ രംഗനാഥൻ മദ്രാസ് ലൈബ്രറി അസോസിയേഷൻ സ്ഥാപിച്ചു. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി അവരുടെ ഗ്രന്ഥാലയ ശൃംഖലകൾ ആധുനികവൽക്കരിക്കാൻ രംഗനാഥനെ സമീപിച്ചു. ഈ സഹകരണം 1944 വരെ തുടർന്നു. 1945 മുതൽ 47 വരെ അദ്ദേഹം BHUവിലെ ലൈബ്രറി സയൻസ് പ്രൊഫസറായും 1954 വരെ സമാന പദവിയിൽ ഡൽഹി സർവകലാശാലയിലും സേവനമനുഷ്ഠിച്ചു. രംഗനാഥന്റെ ലൈബ്രറി സയൻസിലെ പ്രതിഭാവിലാസത്തെക്കുറിച്ചറിഞ്ഞ അന്നത്തെ വൈസ് ചാൻസലറായ സർ മോറിസ് ഗ്വയറാണ് ലൈബ്രറി സയൻസിന്റെ പിതാവ് എന്ന ബഹുമതി നൽകി രംഗനാഥനെ ആദരിച്ചത്. 1944 മുതൽ 1953 വരെ രംഗനാഥൻ ഇന്ത്യൻ ലൈബ്രറി അസോസിയേഷന്റെ അധ്യക്ഷ പദവി അലങ്കരിച്ച് പുതിയ ലൈബ്രറികൾ സ്ഥാപിക്കാനും അവയെ ശാസ്ത്രീയവൽക്കരിക്കാനുമുള്ള നിരവധി പ്രവർത്തനങ്ങൾ നടത്തി. 1954 1957 വരെയുള്ള കാലത്താണ് സ്വിറ്റ്സർലൻഡിലെ സൂറിച്ച് സർവകലാശാലയിൽ നിന്നും ലൈബ്രറി സയൻസിലെ ഉന്നതതല ഗവേഷണത്തിനും പഠനത്തിനുമുള്ള അവസരം ലഭിച്ചത്. ആഴത്തിലുള്ള പഠനത്തെ തുടർന്ന് 1962 ബംഗളൂരുവിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന് കീഴിൽ ഡോക്യുമെന്റേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിംഗ് സെന്റർ എന്ന പേരിൽ അദ്ദേഹം ലൈബ്രറി സയൻസിൽ നൂതന അറിവുകൾ നൽകുന്ന സ്ഥാപനം ആരംഭിച്ചു. 1965 ഭാരത സർക്കാർ അദ്ദേഹത്തെ ലൈബ്രറി സയൻസിലെ നാഷണൽ റിസർച്ച് പ്രൊഫസർ എന്ന ഉന്നത പദവി നൽകി ആദരിച്ചു. ലോകത്തിലെ ഏറ്റവും പുരാതനവും ബൃഹത്തുമായ അമേരിക്കൻ ലൈബ്രറി അസോസിയേഷൻ രംഗനാഥനെ വേൾഡ് ലൈബ്രറിയൻ എന്ന പദവി നൽകി ആദരിച്ചു. 1948 ഡൽഹി സർവകലാശാലയിൽ നിന്നും
1964 അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി ഓഫ് പിറ്റ്സ്ബർഗിൽ നിന്നും ഡീലിറ്റ് ബഹുമതി. 1957 പത്മശ്രീ തുടങ്ങി അസംഖ്യം അംഗീകാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി. ഗ്രന്ഥശാലാ ശാസ്ത്രത്തെക്കുറിച്ച് ഡോക്ടർ രംഗനാഥൻ രചിച്ച ആദ്യ ഗ്രന്ഥം 1931 പുറത്തിറങ്ങിയ 5 ലോസ് ഓഫ് ലൈബ്രറി സയൻസ് ആണ്. കോളൻ ക്ലാസിഫിക്കേഷൻ 1933, ക്ലാസിഫൈഡ് കാറ്റലോഗ് കോഡ് 1934, എലമെന്റ്സ് ഓഫ് ലൈബ്രറി ക്ലാസിഫിക്കേഷൻ 1945, ക്ലാസിഫിക്കേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ 1951 മുതലായ ഗ്രന്ഥങ്ങൾ ഗ്രന്ഥശാല രംഗത്ത് സമൂല മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ നിർണായകമായ സംഭാവനകൾ നൽകിയ വിജ്ഞാന സ്രോതസ്സുകളാണ്. ലൈബ്രറികളെക്കുറിച്ചുള്ള വ്യവസ്ഥാരൂപമായ ധാരണകളെ തിരുത്തിയ സമീപനമായിരുന്നു ഡോക്ടർ രംഗനാഥന്റേത്. പുസ്തക ശേഖരണവും വിതരണവുമെന്ന അടിസ്ഥാന ധർമ്മം മാത്രം നിർവഹിച്ചിരുന്ന കേന്ദ്രങ്ങളിൽ നിന്ന് ഇന്ത്യൻ ലൈബ്രറികൾ വ്യത്യസ്ത വിഷയങ്ങളിലെ വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രങ്ങളായി വളർന്നിരിക്കുന്നു. ഇന്ന് ഇന്ത്യയിൽ 70,000-ലധികം പബ്ലിക് ലൈബ്രറികൾ തന്നെയുണ്ട്. ലൈബ്രറികൾ എന്നാൽ ഗ്രന്ഥങ്ങൾ സൂക്ഷിച്ചുവെക്കാൻ മാത്രമുള്ള സ്ഥലമല്ല. ആധുനിക കാലഘട്ടത്തിൽ സാമ്പ്രദായിക ലൈബ്രറികളെക്കാൾ വിവരസാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ ഡിജിറ്റൽ ലൈബ്രറികളുടെ എണ്ണം വർദ്ധിച്ചുവരികയും അവയുടെ പരസ്പര ബന്ധിത ശൃംഖലകൾ വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. കമ്പ്യൂട്ടറും ടാബ്ലറ്റും സ്മാർട്ട് ഫോണും ഉപയോഗിച്ചുള്ള ഈ വായന പുസ്തക വായനയുടെയും ലൈബ്രറികളുടെയും പരമ്പരാഗത സങ്കല്പങ്ങളെ അനുദിനം മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നു. ഭാരതീയ സമൂഹത്തിന് ഇൻഫർമേഷൻ സയൻസ് എന്ന ശാഖയെ പരിചയപ്പെടുത്തുകയും നൂതന തലങ്ങളിലേക്ക് നയിക്കുകയും ചെയ്ത ലൈബ്രറിയൻ, ഗ്രന്ഥശാല ശാസ്ത്രജ്ഞൻ, ഗവേഷകൻ, ലേഖകൻ, സംഘാടകൻ, മാർഗദർശി എന്നീ നിലകളിൽ ശോഭിക്കുകയും ചെയ്ത ഡോക്ടർ SR രംഗനാഥൻ 1972 സെപ്റ്റംബർ 27 ഓർമ്മയായി. ഇന്ത്യൻ ലൈബ്രറി സയൻസിന് അടിത്തറയൊരുക്കുകയും വളരാനും വികസിക്കാനുമുള്ള മാർഗം സുഗമമാക്കുകയും ചെയ്ത ഡോക്ടർ രംഗനാഥന്റെ അമൂല്യ സംഭാവനകളെ ദേശീയ ലൈബ്രറി ദിനത്തിൽ